എൻ്റെ പേര് ജെയ്സി. ഞാൻ തൃശ്ശൂർ രൂപതയിലെ മുക്കാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ്റെ കൊച്ചും ഭാര്യയാണ് നിൽക്കുന്നത്. മോൻ്റെ കൊച്ചിന് ജന്നത്താ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ഹോളിന് സ്ഥാനം തെറ്റിയിട്ടുണ്ടായിരുന്നത്. അത് അവന് ഒരു ഓഗസ്റ്റിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഇവർ ദുബായിലാണ് ഓൾറെഡി. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു ഈ ഡിസംബറിൽ ഒരു നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ആ ഹോൾ അറിഞ്ഞു, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും മോനും മരുമകളും ധ്യാനം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു മോൻ്റെ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് മാറണമെന്ന്. അതേപ്പന്നെ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അവൻ സ്വയം പറഞ്ഞു. ഇപ്പോൾ ഡിസംബർ തൊട്ട് ഇവർ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഡിസംബറിൽ ഒരു കുഴപ്പമില്ല. ഉണ്ണി എൻ്റെ അടുത്തായിരുന്നു. ഇവർ ഈ മോനും മരുമകളും ധ്യാനം കൂടാൻ വന്നപ്പോൾ ഉണ്ണി എൻ്റെ അടുത്തായിരുന്നു. പക്ഷേ ഇവരിവിടെ വന്നേപ്പനെ അവൻ യാതൊരു കരച്ചിലോ ഒന്നും ഇല്ലാണ്ട് യൂറിൻ പൂർണ്ണമായി സുഖപ്പെട്ട് വലിയൊരു സൗഖ്യം കിട്ടിയിരിക്കുന്ന കേട്ടോ, വലിയൊരു സൗഖ്യം കിട്ടിയിരിക്കുന്ന കേട്ടോ. പ്രൈസലോ. അതുപോലെ തന്നെ മരുമകൾ ഇവർ ദുബായി അവസാനിപ്പിച്ച് ഈ ബുധനാഴ്ച അവർ ഓസ്ട്രേലിയക്ക് പോവാണ് ഫാമിലി. പക്ഷേ ദുബായിൽ നിന്ന് അവൾക്ക് കിട്ടാനുള്ള പൈസ അത് 4 ലക്ഷത്തോളം രൂപയുണ്ട്. പക്ഷെ അത് കിട്ടാനായിട്ട് തടസ്സമില്ല. ഒരു നാട്ടിൽ നവംബറിൽ നാട്ടിൽ തിരിച്ച് വന്നതാണ്. പക്ഷേ ലാസ്റ്റ് നിമിഷമായപ്പോൾ ആ പൈസ കിട്ടാൻ ബ്ലോക്കായി. വീണ്ടും തിരിച്ച് ഈ ആഴ്ചയിലേക്ക് ദുബായിലേക്ക് അവർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. വിസ എടുക്കണം, ഈ ടിക്കറ്റ് എടുക്കണം. പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലത്തെ അത്ഭുത ജപമാലയുടെ ഇതിൽ ഞങ്ങൾ എല്ലാവരും മാനസിക വിഷമത്തിലായിരുന്നു. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഇവർ വീണ്ടും ദുബായിലേക്ക് പോകണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അത്ഭുത ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ആ ജപമാല കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അവർക്ക് മെസ്സേജ് വന്നു, പൈസ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കിട്ടിയപ്പോൾ അവർ നന്ദി പറയാം. നന്ദി പറയാം.